സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് ഗോവയിൽ നിന്ന് പുറത്തു വരുന്നത്. കാരണം ഗോവയിൽ ഇതൊരു സീസണാണ്, പീക്ക് സീസൺ എന്ന് തന്നെ പറയാം. കാരണം ഡിസംബർ മാസത്തിൽ ഏതാണ്ട് 10 ലക്ഷം സഞ്ചാരികളാണ് കഴിഞ്ഞ വർഷമൊക്കെ തന്നെ ഗോവയിലെത്തിയത്. അത്തരത്തിലൊരു പീക്ക് സീസണിൽ ഒരു അപകടം ഇപ്പോൾ ഗോവയിൽ ഉണ്ടായിരിക്കുന്നു. അതും വലിയ അപകടം. 23 പേരാണ് മരിച്ചിരിക്കുന്നത്. വടക്കൻ ഗോവയിലാണ് അർപ്പോര വില്ലേജിലെ നിശാ ക്ലബിൽ ഇന്ന് പുലർച്ചെയാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ബിർച്ച് ബൈ റൊമേരോ ലൈൻ ബാഗ ബീച്ചിനോട് ചേർന്നുള്ള ഒരു നിശാ ക്ലബ്ബാണിത്. അവിടെയാണ് തീപിടുത്തം ഉണ്ടായത്. 23 പേരാണ് മരിച്ചത്. അതായത് ഇതിൽ മരിച്ചവരിൽ ഭൂരിഭാഗം പേരും ഹോട്ടൽ ജീവനക്കാരാണ് എന്നാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കാരണം അടുക്കള ഭാഗത്തു നിന്നാണ് ഇവരുടെയൊക്കെ തന്നെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ബേസ്മെന്റിൽ ജോലി ചെയ്തിരുന്നവരാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. കൂടാതെ മരിച്ചവരിൽ 3 സ്ത്രീകളുണ്ട്, വിനോദസഞ്ചാരികളും ഉൾപ്പെടുന്നുണ്ട് എന്നുകൂടി പോലീസ് പറയുന്നു. 3 or 4 വിനോദസഞ്ചാരികൾ ഉൾപ്പെടുന്നുണ്ട്. ഇവരെ സ്റ്റെയർ കേസിന്റെ ഭാഗത്തു നിന്നാണ് ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത് എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ പോലീസും സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏതായാലും സംഭവം അറിഞ്ഞ ഉടൻ തന്നെ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് അടക്കമുള്ളവർ അവിടെ എത്തിയിരുന്നു. മാത്രവുമല്ല, ഗോവയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് ഈ തീ നിയന്ത്രണ വിധേയമായിരിക്കുന്നത്. പുലർച്ചയോടുകൂടി തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട്. 23 മൃതദേഹങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ പരിശോധന നടന്നു വരികയാണ്. ഏതായാലും പ്രമോദ് സാവന്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഹോട്ടലിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി എന്ന പ്രതികരണമാണ് അദ്ദേഹം ഇവിടെ സന്ദർശിച്ച ശേഷം, അപകട സ്ഥലം സന്ദർശിച്ച ശേഷം പ്രതികരിച്ചിരിക്കുന്നത്. അതായത് സുരക്ഷാ ചട്ടങ്ങൾ, അഗ്നി സുരക്ഷാ ചട്ടങ്ങൾ പാലിച്ചില്ല ഹോട്ടൽ എന്നാണ് പ്രാഥമിക നിഗമനം എന്ന പ്രതികരണമാണിപ്പോൾ അദ്ദേഹം നടത്തിയിരിക്കുന്നത്. മാത്രവുമല്ല,